ഹായ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ന്യൂ ഇയർ പ്രിപ്പറേഷനായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ SM പോയപ്പോൾ എടുത്ത ക്ലിപ്പാണ് ഇതൊക്കെ. അപ്പോൾ അത് അവിടെ നിന്ന് 30 രൂപ 50 രൂപ അങ്ങനത്തെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ മേടിച്ചത് ഈ ഒരു ബാസ്ക്കറ്റാണ്. ഇത് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു. പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു അക്രിലിക്കിൻ്റെ പെയിൻ്റാണ്. പിന്നെ ഇനി ടുഡൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റിക്കി നോട്ടും മേടിച്ചിട്ടുണ്ട്. ഇതിന് 20 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു ആയത്. പിന്നെ വാഷി ടേപ്പാണ് മേടിച്ചത്. ഇത് കുറേ നാളായിട്ട് മേടിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്ന സാധനമായിരുന്നു. പിന്നെ ഒരു കളർ ബുക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു വുഡിൻ്റെ സ്റ്റാൻഡ്. പിന്നെ ജേർണലിങ്ങിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിക്കറിൻ്റെ സെറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയത് A4ൻ്റെ സെറ്റാണ്. ഇത് 100 പീസസ് വരുന്നൊരു സെറ്റായിരുന്നു. അപ്പോൾ പ്രിപ്പറേഷൻ ഡേയിൽ ഫസ്റ്റ് കിടക്കുന്നത് ഒരു കലണ്ടർ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മന്ത് ഇതേപോലെ ടൈപ്പ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിക്സാർട്ടിൽ പോയിട്ട് ഞാനൊരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് അത് സ്കെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്കെച്ച് ചെയ്തെടുത്തിട്ട് വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് അത് കളർ കൊടുക്കുന്നത്. ഫസ്റ്റ് ഔട്ട്ലൈൻ പോലെ വരച്ചു കൊടുത്തിട്ട് പിന്നെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 6 മന്ത്സിൻ്റെ ആണ് ഞാൻ കലണ്ടർ ഉണ്ടാക്കിയത്. അപ്പോൾ പെയിൻറ്റ് ഡ്രൈ ആയിട്ട് പിന്നെ അതിൽ ലൈൻസ് വരച്ച് കൊടുക്കുകയാണ്. ഈ ലൈൻസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡേറ്റൊക്കെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കലണ്ടർ ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത്. എക്സാക്റ്റ് ഇതേപോലെ ഇല്ലായിരുന്നു. പിന്നെ ഇയർ ഒന്ന് മെൻഷൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഓരോ കോളായിട്ട് സ്പേസ് വിട്ടത് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡേറ്റ്സൊക്കെ എഴുതി വെക്കാനും അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേറ്റ്സിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് വേഗം അത് ക്യാച്ച് ചെയ്യാൻ കഴിയും. ഇപ്പം പഠിക്കണതാണെങ്കിൽ അസൈൻമെൻറ്റ് അങ്ങനത്തെ ഓരോന്നൊക്കെ എഴുതി വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തേനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ടേബിളിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഇത് ഹാങ് ചെയ്ത് കൊടുത്തത്. ഇനി അടുത്തതായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്ലാനർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 2026 ഒരു പ്ലാനറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഈ ഒരു പ്ലാനർ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ 2026 നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത്, എന്തൊക്കെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമ്മളൊരു ബുക്കിൽ ചെയ്യാണ്, ഒരു ജേണൽ പോലെ. അപ്പോൾ ഇത് വിഷൻ ബോർഡിൻ്റെ വേറൊരു വേർഷനാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ലെറ്ററാണ് എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ കമ്മിങ് ഇയറിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇനി നെക്സ്റ്റ് ന്യൂ ഇയറിൻ്റെ ടൈമിലാണ് ഇത് വായിച്ചു നോക്കുക. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇയറിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള മൊമെൻറ്റ്സും പിന്നെ നമുക്ക് ഒരു പുതിയൊരു ഇയറിലേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ കാര്യങ്ങൾ എഴുതി വെക്കാം. പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് ഇനി വരുന്ന ഇയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യണം, ഈ സാധനം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവല്ലോ. അപ്പോൾ അതൊക്കെ വിഷ് ലിസ്റ്റ് ആക്കിയിട്ട് എഴുതി വെക്കാം. ഇപ്പോൾ അത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയാൽ കൊള്ളാം അങ്ങനെയൊക്കെ തോന്നുന്ന കാര്യങ്ങളും ഉണ്ടാവില്ലേ, അപ്പോൾ അതും എഴുതി വെക്കാം. പിന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബക്കറ്റ് ലിസ്റ്റാണ്. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പം നമുക്ക് ഒരു ഫ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്മോൾ ബിസിനസ് തുടങ്ങാനോ അപ്പം അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളാണ് ബക്കറ്റ് ലിസ്റ്റിൽ വരിക. അപ്പോൾ ഇതിങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ അയ്യോ ഇത് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് വരിക. പിന്നെ ഇതൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട് എന്നതിലൂടെ നമുക്കത് ഇങ്ങനെ കൊണ്ടു തരും യൂണിവേഴ്സ് എന്നല്ല, നമ്മളത് ചെയ്യാനുള്ള ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമെന്നാണ്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഗോൾസ് എഴുതി കൊടുത്തിട്ട് തിങ്സ് ദാറ്റ് മേക്ക് ഹാപ്പി എന്ന് കൊടുക്കുന്നുണ്ട്. അതിൽ എനിക്കിഷ്ടപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്താലാണ് ഞാൻ ഹാപ്പി ആവുക ആ കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് തിങ്സ് ഐ ഷുഡ് സ്റ്റോപ്പ് മേക്കിംഗ് ഉണ്ട്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇയറിൽ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എന്തൊക്കെ എഴുതിയെന്നൊക്കെ ഉള്ളത് ഒരു മിഡ് ഇയർ ആവുമ്പം ഞാൻ ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്തത് അങ്ങനത്തെ ഒക്കെ ആയിട്ട്. അപ്പോൾ പ്ലാനർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.